ഹായ്. അപ്പോൾ ഒന്ന് കറങ്ങാൻ പോണേൻ്റെ ചിരിയാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ ഈ കാണുന്നത് AC വെയിറ്റിംഗ് ഹാളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോ ലെവലുള്ള യാത്രക്കാർക്ക് ഇരിക്കാനുള്ളതും പിന്നെ വൈഫൈ സൗകര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും സ്റ്റേഷനൊക്കെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളിങ്ങനെ നേരെ ബീച്ചിലെത്തിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമല്ല. ട്രെയിനിൽ ഇറങ്ങിയതിന് ശേഷം രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് അവിടുന്ന് നേരെ വിട്ടത് ഞങ്ങൾ ബീച്ചിലോട്ടാണ്. അപ്പോൾ എപ്പോഴും പോകാറുള്ള സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ആകെ ഒരു വട്ടമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ വരുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും മോളുടെ കോഴ്സ് കഴിഞ്ഞ് അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പൂട്ടൻ്റെ ഒരു യാത്രയുമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും മോൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും അവൾ ബീച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പം അവളോട് കൂടി അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് അവിടെ എത്തിയപ്പം അതിൻ്റെ ബീച്ചിൻ്റെ ശരിക്കുള്ളൊരു ഫസ്റ്റിലത്തെ എൻട്രൻസ് പറയുന്നത് വേറെ ഭാഗമാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിക്കാനുള്ള കുറേ തരത്തിലുള്ള ഇരിപ്പിടങ്ങളും അതേപോലെ തന്നെ പാറക്കെട്ടുകൾ കൊണ്ടുള്ള പല പല ശില്പങ്ങളും അങ്ങനെ കുറേ ഇരിക്കാനുള്ളതായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അവിടെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റോഡിലേക്ക് ഞാനൊന്ന് ക്യാമറ ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗം. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ എൻട്രൻസിലേക്കായിട്ട് അങ്ങോട്ട് നടന്നു പോയതൊന്നുമില്ല. അത് കുറച്ച് ദൂരം അങ്ങോട്ട് നേരത്തെ കാണിച്ച ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എവിടെ ഇരുന്നാലും നമ്മളുടെ ആവശ്യം കടൽ കാണുക എന്നുള്ളതാണ്. അതും ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കുള്ള എൻട്രൻസിലാണ് നമ്മൾ പോകണമെങ്കിൽ അവിടെ ശരിക്കും കുറേ കടകളും അതുപോലെ എണ്ണക്കടികൾ കിട്ടുന്ന സ്ഥലങ്ങൾ, ഐസ്ക്രീം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ വന്ന് ഇറങ്ങിയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോകാനൊന്നും എവിടെ നിന്നാലും കാണുന്നത് കടൽ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ കടലിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമ്മുടെ അപ്പൂട്ടൻ രാവണന് കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതിലൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കാറുണ്ടല്ലോ, ഇങ്ങനെ എഴുതുന്ന സമയത്ത് കടലമ്മയ്ക്ക് ദേഷ്യം വരും, അപ്പോൾ വേഗം വന്ന് തിര കൊണ്ട് മായ്ക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ അവനത് അമ്മമ്മ പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചിട്ട് അവനൊന്നത് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമോ മായ്ക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ആ വഴിക്ക് ഇങ്ങനെ കളികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് നന്നായിട്ട് ഇറങ്ങി കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറെയും കുറച്ച് പ്ലാനുകളുണ്ട്. തിരിച്ച് വേഗം തന്നെ ട്രെയിനിന് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സമയം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ 1 മണിക്കൂറെങ്കിലും ബീച്ചിൽ സ്പെൻഡ് ചെയ്യുക, അത് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ മണൽത്തരികളിലൊക്കെ നിറയെ എന്താ പറയുക, കക്കാട തോട് അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയുക, നീറ്റ് കക്കയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ ചിപ്പിയോ കക്കയോ എന്താ പറയുക ആ സംഭവം ഇങ്ങനെ കുറേ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കുറേ പേര് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ ഇങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ആക്കി വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ കടലിലേക്ക് ഇറങ്ങാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഭാഗത്തേക്കൊന്നും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇത്രത്തോളം വന്നിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാതെ എങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കുറച്ചൊക്കെ ഒന്ന് നനഞ്ഞാലും വേണ്ടില്ല എന്ന് വെച്ച് പാൻറ്റൊക്കെ ഒന്ന് കയറ്റി വെച്ച് മെല്ലെ ഒന്ന് അതിനോട് അടുത്തേക്ക് പോയിട്ടോ. പക്ഷേ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഒരാൾ എപ്പോഴും വേണമെന്നൊരു തോന്നലാണ്. കാരണം അങ്ങനെ വരുമ്പം ഓരോ തിര വരുമ്പോഴും നമ്മുടെ മണ്ണിനടിയിൽ കാലിനടിയിലുള്ള ആ മണ്ണ് അങ്ങനെ ചോർന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഴുമോ എന്നൊക്കെ ഒരു പേടിയാണ്, അല്ലെങ്കിൽ ഒലിച്ചു പോകുമോ എന്നൊരു പേടിയാണ്. പക്ഷേ നല്ലൊരു എന്താ പറയുക അനുഭവം കൂടിയാണ്. ചെറിയ തിര വരുന്നതും അതേപോലെ ആർത്തലച്ച് നമുക്ക് തിര വരുന്നതും രണ്ട് തരത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സങ്കല്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ വർണ്ണിക്കാം. അതൊക്കെ പല തരത്തിൽ പല ആളുകളുടെ കൺസെപ്റ്റാണല്ലോ എങ്ങനെ അതിനെയൊക്കെ ഉപമിക്കുക എന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തതും നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് കുറച്ചുകൂടി സമയം നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകേണ്ടത് കൊണ്ട് ആ ഒരു 1 മണിക്കൂറിൽ തന്നെ നമ്മളെത്തി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെ അത്യാവശ്യം വെയിലും ഉള്ളൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റി.
അപ്പോൾ അപ്പൂട്ടൻ പഴയ പോലെ തന്നെ കുറേ ഇങ്ങനെ എഴുതി കളിക്കുകയായിരുന്നു, മണലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വീട് പോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടും, മണലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പിന്നെ എത്തിയത് പ്ലാനറ്റോറിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നു കോഴിക്കോട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അത് കാണണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പൂട്ടിന് പൊതുവേ ഇഷ്ടമുള്ളത് ഇങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനായിട്ട് വേണമെങ്കിൽ ഒരു യാത്ര അറേഞ്ച് ചെയ്യാം. അല്ല, എന്തായാലും ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. വണ്ടർലാൻഡ് ഓഫ് സയൻസ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ആളുകൾ കുറേ പേര് വന്നും പോയിക്കൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്വാ ലൈഫ് കോർണർ ഉണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് നിരക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് എത്ര രൂപ, 20, 15 എന്നൊക്കെ പറഞ്ഞിട്ട് അത് പല കാറ്റഗറി. ലാസ്റ്റ് നമുക്ക് 90 റുപ്പീസിൻ്റെ ആണ് നമ്മളെടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കൂൾ മുഖേന വരുന്നതൊക്കെ ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓടി പോവുക കേട്ടോ. എന്തിനറിയോ, ഞങ്ങളിവിടെ കൃത്യസമയമാകുമ്പോഴേക്കും എത്തി. 11 മണിക്കൊരു ഷോ ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടല്ല. അപ്പോൾ ആ ഷോ മിസ്സാവണ്ട പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ടിക്കറ്റ് എടുത്തത് നിങ്ങൾ വേഗം ആ ഷോയിൽ, ഒരു 3D ഷോ ആണ്, അതിലേക്ക് പൊക്കോളൂ പറഞ്ഞപ്പോൾ വേഗം ഞാൻ വരുന്ന വഴിക്ക് അതിൻ്റെ എൻട്രൻസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും പറ്റിയില്ല, പെട്ടെന്ന് ഷോ കാണാൻ വേണ്ടി ഓടിയതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഷോ ആണ് ഏകദേശം. ഇതിൽ നമ്മൾ മനുഷ്യനാദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയിട്ടുള്ള ആ കുറേ സീനുകളാണ് കേട്ടോ. എങ്ങനെയാണ് ആ പേടകം അതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വല്ലാതെയൊന്നും വീഡിയോ നമ്മൾ എടുത്തില്ല. അപ്പോൾ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറി. ആദ്യമായിട്ട് പോണതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടേക്ക് പോകണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ കുറേ റൂമുകളായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരു റൂമിൽ ഇങ്ങനെ ആളുകൾ കയറി ഇറങ്ങുന്ന കണ്ടപ്പോൾ ഞങ്ങളും കയറി.